എനിക്ക് ഇതറിയാവുന്നതാണ്. അയാൾ ഇതറിയാമെന്ന് അയാൾ വിചാരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉം. നമുക്കറിയാം. ഉം. മനസ്സിലായോ? ഉം. സോ അയാൾ വിചാരിക്കുന്നതല്ല അതിലുള്ളത്. അയാളെ വിചാരത്തിൽ ചെറിയൊരു മാറ്റം വരുത്തുന്നത്. അതെ, അയാൾ വിചാരിക്കുന്നതല്ല റിയലായിട്ട് നമ്മൾ പെർഫോം ചെയ്യുന്നതിൻ്റെ സംഗതികളുള്ളത്. ഉം. എന്നൊരു വാസ്തവം. എനിക്ക് പറഞ്ഞ കേൾക്കണില്ല. ഹലോ. ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ആ. അപ്പോൾ ബേസിക്കലി പെർഫോം ചെയ്യുന്ന ഒരാൾ, ഓക്കെ, ഞാനാവാം ആരാവാം, പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും കാര്യമാക്കേണ്ടതില്ല. ഉം. അതാണ്. ഞാൻ ഇപ്പോൾ ലാസ്റ്റ് നമ്മുടെ ക്യാപ്റ്റൻസിൻ്റെ ഉണ്ടായിരുന്ന ഒരു പെർഫോമൻസിൽ ഈ മുഹമ്മദ് ഖത്താനി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഹീസ് വിന്നർ ഓഫ് പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ ഒരു വിന്നറാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു എലമെൻ്റ് ഉണ്ട്, ദ പവർ ഓഫ് വേർഡ്സ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ അതിൻ്റെ ഒരു എൻ്റെ വേർഷനാണ് ഞാൻ അന്ന് അവിടെ എൻ്റെ ഓപ്പണറായിരുന്നു. അപ്പോൾ അതിൽ അതെന്താ വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ കൊണ്ട് വിശ്വസിക്കും. സോ യു ഫ്രേസ് ഇറ്റ് ആൻഡ് ആർട്ടിക്കുലേറ്റ് ഇൻ എ ഗുഡ് വേ ആൻഡ് ഗിവ് ഇറ്റ് ടു ആൻ എക്സ്പേർട്ട്, ഹി വിൽ മേക്ക് ദ പീപ്പിൾ കൺവിൻസ്. അതാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഒരുപാട് ആൾക്കാരും ഇങ്ങനെയൊക്കെയാണെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ലൈക്ക് ദീസ് ആർ ഓൾ കുക്ക്ഡ് അപ്പ്. അപ്പോൾ അവരെല്ലാവരും ചിരിച്ചു. അതാണ് നമുക്ക് വേണ്ടുള്ളൂ. എൻ്റെ ഇൻറ്റൻഷൻ അതായിരുന്നു, അവരുടെ ആ ഒരു ഐസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അത്. So that's that, and I told them that this is the power of words when articulated in a particular way, and if that is delivered by an expert, you will believe. മനസ്സിലായി. അത്ര ഡിസെപ്റ്റീവാണ് നമ്മൾ, വളരെ വളരെയധികം. സോ നമ്മളിപ്പോൾ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത ആൾക്കാർക്ക് കൊടുക്കുന്ന പല കാര്യങ്ങളുണ്ട്, മൈക്രോ എക്സ്പ്രഷൻ, അത് ഇത്, അത് ഭൂരിഭാഗവും ആളുകൾക്ക് എന്ത് തോന്നുന്നു ആ സംഗതികളെ അവർക്ക് കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് തോന്നേണ്ട സംഗതികളെ നമ്മൾ അവർക്ക് കൊടുക്കുള്ളൂ. ഡിസെപ്ഷൻ എല്ലായിടത്തും ഉണ്ടല്ലോ. കാരണം ഇപ്പോൾ ഈ മൈക്രോ എക്സ്പ്രഷൻ ആണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരാൾ ഇതിനെപ്പറ്റി പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും അയാൾക്കൊരു മെന്റലിസം ഷോ ചെയ്യാൻ പറ്റില്ല. ഒബ്വിയസ്ലി. അതാണ് ഇതിൻ്റെ ഒരു ട്രൂ ഫാക്ട്. അപ്പോൾ മെജീഷ്യനാകുമ്പോ അതിന്റെ നമ്മള് പഠിക്കുന്ന ഒരു സാധനം ഉണ്ടാവില്ലേ, നമ്മൾ ട്രെയിൻ ചെയ്യുന്ന ബ്രെയിനിനെ ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അങ്ങനെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റുമോ ബ്രെയിനിനെ? ട്രെയിൻ ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മളെ അറ്റൻഷൻ, ആളുകളുടെ ഒരു അറ്റൻഷൻ്റെ ഒരു ട്രയാങ്കിളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് മനസ്സിലാവും. നമുക്കൊരു ഓഫ് ബീറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ മജീഷ്യൻസിന് ഇടയ്ക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയുന്നൊരു ടേം കൂടെ പറഞ്ഞുതരാം. ഈ ഓഫ് ബീറ്റ് സമയത്ത് നമുക്ക് വീട്ടിൽ പോയിട്ടൊരു സാധനം എടുത്തിട്ട് വരാം, ആരും കാണില്ല. അതാണ്. ഇപ്പം നേരത്തെ നമ്മളൊരു ഓഫ് ബീറ്റിലൊരു സാധനം അവിടെ നിന്ന് ചെയ്തു, ഓക്കെ, ഞാൻ അതിൻ്റെ തൊട്ട് മുന്നിലുണ്ടായിരുന്നു, ഓക്കെ, അവരും കാണൂല. അത് എന്താ കാണാത്തത്? അതിലാണ് അവൻ്റെ ശ്രദ്ധ പോകുന്ന ട്രയാങ്കിൾ എനിക്കറിയാം. നേരെ കുറച്ച് ഈ അവിടെ ഉണ്ടായിരുന്നില്ല, ഈ അപ്പം ജസ്റ്റ് കയറിയതുള്ളൂ. പക്ഷെ ഈ കണ്ടു. പക്ഷെ ഞാൻ എന്നെയും കൂടി ഇൻറ്റൻറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഈയും കാണില്ല. അതൊക്കെ അങ്ങനെ കുറേ സംഗതികളുണ്ട്. ഇപ്പം ക്രൂസിലായ സമയത്ത് മുരളിയേട്ടൻ ചെയ്യുന്ന ഒരു ആക്ട് ഉണ്ട്, ഒരു കോയിൻ വാനിഷ്. അപ്പോൾ കോയിൻ പ്യുവർലി അതൊരു സൈക്കോളജിക്കൽ എഫക്റ്റ് ആണ്. കോയിൻ ഇങ്ങനെ കണ്ണുമുന്നിൽ കിടക്കുന്നുണ്ട് ഇവരുടെ, പക്ഷെ ഇവർ കാണൂല. ഞാൻ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, അല്ല ചേട്ടാ ഇത് അവര് കാണില്ലേ? അവർ കാണൂല, അവരത് കാണൂല. അറ്റൻഷൻ വേറെ സ്ഥലത്താണ്. ഉണ്ടാവും. ബ്യൂട്ടിഫുൾ വാനിഷാണ് പുള്ളിയുടെ അടുത്തുള്ള ഒരു ഭയങ്കര രസമുള്ള ഒരു കോയിൻ വാനിഷ് ഉണ്ട് മുരളിയേട്ടൻ്റെ അടുത്ത്. ആൻഡ് സാഡ്ലി അത് പുള്ളി ആരും കൊടുത്തിട്ടില്ല. സോ അത് പോയി. ആ ഒരു സാധനം ഇനി ആരും ചെയ്യില്ലല്ലോ ആ സാധനം. ഞാൻ കണ്ടിട്ടുണ്ട്, അത് വെരി ബ്യൂട്ടിഫുൾ. അല്ല, മൂപ്പരുടെ അടുത്ത് കുറേ സംഗതികളുണ്ട്. പുള്ളി പാരലി ഈ മൈൻഡിനെ കുറിച്ചൊക്കെ റിസർച്ച് ചെയ്യുന്ന ഒരാൾ തന്നെയായിരുന്നു. വാഴക്കുന്നതിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ആളായിരുന്നു. പിന്നെ പുള്ളി കുങ്ഫുവിൻ്റെ ഒരാളായിരുന്നു. സോ പാരലി ഹി വാസ് ഡൂയിങ് എ ലോട്ട് ഓഫ് തിങ്സ്. പക്ഷേ ബേസിക്കലി
പുള്ളിക്ക് ഈ മാജിക്കിൻ്റെ ഒരു കണ്ണുണ്ടായിരുന്നു. അത് പുള്ളി കുറേയൊക്കെ എനിക്ക് തോന്നുന്നു ആ സമയത്ത്. ഇപ്പം എനിക്കതില്ല. ഞാൻ ഇപ്പം ആ രീതിയിൽ സംഗതികളൊന്നും നോക്കി കാണുന്നില്ല. ഞാനിപ്പോൾ അതിൽ നിന്ന് കുറേ മാറിയിട്ടുണ്ട്. ഇപ്പം ഞാൻ കീൻലി ഫോക്കസിങ് ഓൺ മൈ ജോബ്, നമ്മളെ കമ്പനി. ശരിക്കും ബുദ്ധിമുട്ടാണല്ലേ ആ ഒരു പ്രൊഫഷന് ഇവിടെ ഒരു അത് അന്നം തന്നുകാണ്ട് നിന്ന് അങ്ങനെ പോവാന്? അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അടുത്ത് വന്നപ്പോൾ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മാജിക് നിർത്തിയ മാജിക് തുടങ്ങാൻ കാരണം ഒരു ഊനോ കാർഡ്സാണ്. ഓക്കെ, അപ്പോൾ വിൽ ഓൾവേസ് ബൗൺസ് ബാക്ക് ആൻഡ് ഐ നോ ദാറ്റ് ആൻഡ് ഐ വിൽ ബൗൺസ് ബാക്ക്. പക്ഷേ റൈറ്റ് നൗ ഐ ആം കോൺസെൻട്രേറ്റിംഗ് ഓൺ സംതിങ് എൽസ്. പക്ഷേ it doesn't mean that I'm not practicing. I'm still practicing. കാരണം നീ ഇപ്പോൾ കണ്ടില്ലേ നേരത്തെ. സോ കാരണം ഈ ചില സംഗതികളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ മോർ ദാൻ ഒരു 4000 5000 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞതാ. സോ അത് നമ്മളെ കയ്യിലിരിക്കും. അത് മസിൽ മെമ്മറി ആയിട്ട് അവിടെ കിടക്കും. പിന്നെ ഞാൻ ചിലത് മറക്കുന്നത് സ്ക്രിപ്റ്റ്സാണ് ഞാൻ മറക്കുക. അത് ഞാൻ മറക്കും. അതിന്റെ കഥ പറഞ്ഞു വരുന്ന അത് ഞാൻ മറക്കും. അത് എൻ്റെ പ്രശ്നമാണെന്ന് എനിക്കറിയില്ല. അത് ഞാൻ മറക്കും. അത് ഞാൻ വളരെ പെട്ടെന്ന് മറക്കാറുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഇവിടുന്ന് വരുന്നിട്ട് US ഇവിടെ വെക്കേഷന് ഇവിടെ 2 മാസം വന്ന് തിരിച്ചു പോകുമ്പോഴേക്ക് ഞാൻ പലതും മറക്കും. പക്ഷേ ഓൺ ദ ഗോ ഇറ്റ് വിൽ കം ബാക്ക്. ഓക്കെ, അതങ്ങനെ വരും. പക്ഷെ എങ്കിലും അത് ഞാൻ മറക്കാറുണ്ട്. തലച്ചോറിന്റെ ഇത് പറഞ്ഞില്ലേ ഇപ്പോൾ? എന്തായിരുന്നു? എന്താ ഈ പഠിച്ചത്? നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് അത് ബ്രെയിനെ ട്രെയിൻ ചെയ്യാൻ പറ്റിയ ബ്രെയിനെ നമ്മൾ എപ്പോഴും ട്രെയിൻ ചെയ്തുകൊണ്ടേയിരിക്കണം. വെദർ യു ആർ എൻ അത്ലീറ്റ് ഓർ എ വർക്കർ, എനിത്തിങ് യു ഹാവ് ടു ട്രെയിൻ. അപ്പോൾ കുറേ നമ്മുടെ ഒബ്സർവേഷൻസ് നമ്മുടെ ഓൺ ഫൈൻഡിങ്സ് ആണ്. അതാണ് ഞാൻ വല്ലാണ്ട് സ്ട്രെസ് ചെയ്യാണ്ട് പലതും പറയാം. എന്താണ് ഒബ്സർവ് ചെയ്യേണ്ട എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഒബ്സർവ് ചെയ്യുന്ന സംഗതികൾ വേണമെങ്കിൽ ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ഇപ്പോൾ ഒരാളെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അയാൾ ഒബ്സർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ഒബ്സർവ് ചെയ്യും. ഓക്കെ, പക്ഷേ ഗെറ്റിംഗ് ഇൻ ടു യുവർ ക്വസ്റ്റ്യൻ, എന്താണ് പഠിച്ചതെന്നുള്ളത്, എന്താണ് ഞാൻ അതിൽ നിന്ന് ഒബ്സർവ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് വാട്ട് എവർ യു പെർസീവ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഇപ്പോൾ നമ്മൾ കാണുന്നതും തമ്മിലൊരു മാറ്റം ഉണ്ടല്ലോ. ഓക്കെ, ഹിയറിങ് ആൻഡ് ലിസണിങ് ബോത്ത് ആർ ഡിഫറെൻറ്റ്. അപ്പോൾ ഇതുപോലെ, കാരണം ഞാൻ മനസ്സിലാക്കുന്നത് എവ്രിതിങ് വിച്ച് ഐ പെർസീവ് ഈസ് സംതിങ് ഇൻ മീ. ഓക്കെ, ഉദാഹരണത്തിന് ഇപ്പം നമ്മളൊരു സൗണ്ട് കേൾക്കുകയാണ്. അത് ആ സൗണ്ട് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ടല്ല, ആ വേവ്സ് നമ്മുടെ ചെവിയിൽ വെച്ചിട്ട് നമ്മുടെ എല്ലുകൾ എങ്ങനെ ഇളകുന്നു, നമ്മുടെ ചെവിയിലെ എല്ലുകൾ എങ്ങനെ ഇളകുന്നു എന്നുള്ളതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ നമ്മൾ മനസ്സിലാക്കുന്നതാണ് നമുക്ക് ആ സൗണ്ട്. സോ നമ്മൾ പഠിച്ചു വെച്ച ഒരു സെറ്റ് ഓഫ് കോഡ്സ് ഉണ്ട്. ആ കോഡ്സ് വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്. അത് അങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നൊന്നും ഇല്ല. എന്നാലും പിന്നെ നമുക്ക് ജനറലി കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം എന്നല്ലാണ്ട്. സോ ഇറ്റ്സ് എ വെരി, എന്താ പറയുക, കോംപ്ലിക്കേറ്റഡ് ഏരിയ. ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. ആൾക്കാർക്കനുസരിച്ച് മാറുന്നുണ്ടാവും. ഓരോരുടെയും പെർസീവിങ് അനുസരിച്ചിട്ട് മാറും. ഓരോരുത്തരും പെർസീവ് ചെയ്യുന്നത് ഓരോ പോലെയാണ്. അപ്പോൾ അത് മാറും. ഇമോഷൻസിനൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ഞാൻ പാരലലി ഹെൽപ്പ് ചെയ്തുകൊണ്ട് നിന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ മേജറായിട്ട് ഇപ്പോൾ ഏത് ഇമോഷനെ കൺട്രോൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂരിഭാഗം ആൾക്കാരും പറയും ഡിപ്രഷൻ ഓർ സാഡ്നെസ്. ഓക്കെ, അൺഹാപ്പി സിറ്റുവേഷനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്. പക്ഷെ അൺഹാപ്പി സിറ്റുവേഷനെ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യും? അൺഹാപ്പി സിറ്റുവേഷനെ കൺട്രോൾ ചെയ്യുന്നത് അൺഹാപ്പി സിറ്റുവേഷൻസ് കൺട്രോൾ ചെയ്തിട്ടല്ല, ഹാപ്പി സിറ്റുവേഷൻസിനെ കൺട്രോൾ ചെയ്യുക. ബേസിക്കലി നമ്മളൊരു ന്യൂട്രൽ സ്റ്റേജിൽ നമ്മളെ കൊണ്ട് ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അതാണ് ആക്ച്വലി ശാന്തി എന്ന് പറയുന്നത്.
മനസ്സിലായി. അതായത് നമ്മൾ ഹാപ്പി സിറ്റുവേഷനിൽ ഭയങ്കര സ്റ്റിമുലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ അൺഹാപ്പി സിറ്റുവേഷനിൽ അങ്ങനെ തന്നെ നമ്മൾ ഡൗൺ ഡൗൺ ആവും. വി ദാറ്റ് കൊടിമരം, മനസ്സിലായോ? മനസ്സിലായി. അതിന്റെ മിഡില് നല്ല ഹാപ്പി ആവുമ്പോഴും നമ്മള് കൺട്രോൾഡ് ആണ്, അപ്പൊ സാഡ് ആവുമ്പോഴും നമ്മള് നത്തിങ് ക്യാൻ ഷേക്ക് യു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് ദാറ്റ് ഇസ് കോൾഡ് സ്റ്റെബിലിറ്റി ഫോർ മീ. ഇപ്പോൾ ചിലർ നമ്മളെ പറ്റി പൊക്കിയടിക്കും, ചിലർ നമ്മളെ പറ്റി വളരെ താഴ്ത്തി പറയുകയും ചെയ്യും. നമ്മളൊരു പെർട്ടിക്കുലർ ലൈഫിലൊരു പോയിന്റ് എത്തുമല്ലോ, വി നോ എന്താണ് ഞാൻ എന്നുള്ള ഒരു പോയിന്റ് എത്തുമല്ലോ. ആ പോയിന്റിൽ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് പ്രത്യേകിച്ചൊരു വലിയ വികാരമൊന്നും ഉണ്ടാവില്ല. ഓഫ് കോഴ്സ് ലോകത്തുള്ള എല്ലാ മനുഷ്യരും തങ്ങൾ നല്ല